വലിയ തിരക്ക് വൈകിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എറണാകുളം ബ്രോഡ്വേയിലെ കാഴ്ചകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ കാഴ്ചകളിലേക്ക്, അവിടുത്തെ വിവരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവാം. ഒന്ന് നേരം ഇരുട്ടി വെളുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഓണത്തിന്. ഉത്രാടപ്പാച്ചിലാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങണം, ഓണക്കോടികൾ വാങ്ങണം. കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ധൃതി പിടിച്ച് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലാണ്. ഇവിടെ വമ്പിച്ച ആദായ വിൽപ്പന നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ നമുക്ക് ചെറിയ പൈസയ്ക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. 100 രൂപ മുതലാണ് ഇവിടെ ഡ്രസ്സുകൾ തന്നെ ആരംഭിക്കുക. എല്ലാ തരത്തിലുള്ള കളക്ഷനും ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത്. കച്ചവടക്കാരൊക്കെ കച്ചവടം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കുറഞ്ഞ വിലയിൽ പോക്കറ്റ് കാലിയാക്കാതെ എങ്ങനെ വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ വയ്ക്കാം. അടിപൊളി കച്ചവടമാണ്. ഉത്രാടപ്പാച്ചിലായിട്ട് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ബ്രോഡ്വേയിൽ വില കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി ബ്രോഡ്വേയിൽ ഉത്രാടപ്പാച്ചിലായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളുടെ ഓണം എങ്ങനെയാണ്? ഞങ്ങളുടെ ഓണം ഇത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കച്ചവടം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഓണം എങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇത്തവണ കച്ചവടം അടിപൊളിയാണ്. കുഴപ്പമില്ല. രാവിലെ മഴ ഒന്ന് കലക്കി, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോണ്. 2 പ്രാവശ്യം നമ്മൾ ഒതുക്കണ്ട വന്ന് പിന്നെയും തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. മഴ വരരുതേ എന്നേ ഉള്ളൂ എല്ലാവർക്കും ഒരു പ്രാർത്ഥന. നേരത്തെ മഴ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകൾ ചെറിയൊരു തിരക്ക് കുറവായിരുന്നു. പക്ഷെ മഴ മാറിയപ്പോഴേക്കും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഓണക്കോടിയാണോ? ഓണക്കോടിയാണ് എടുക്കുന്നത്. നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ഓണക്കോടിയാണ് എടുക്കുന്നത്. സാമ്പത്തികം പോട്ടെ, ഓണം വരട്ടെ. നമുക്കത് വിഷയമില്ല. എന്ത് വിറ്റാലും നമുക്ക് കൊടുക്കണമല്ല, കൊടുത്ത് ആകർഷിക്കണം. അപ്പൊ നമുക്ക് പറ്റിയ കടകൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള കടകൾ ഇന്ന് എടുത്താലും നമുക്ക് പറ്റിയത് കിട്ടുള്ളൂ. അല്ല, മറ്റുള്ള കടയിലൊക്കെ പോയാൽ ഭയങ്കര വില ആയിരിക്കില്ലേ. സദ്യയും പൂക്കളും ഒക്കെ എവിടം വരെ? പൂക്കളൊക്കെ അടിപൊളിയായിട്ട് ഇട്ടേക്കണേണ്, സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ എനിക്കൊരു ഷർട്ടിന് വേണ്ടി വന്നതാണ്. നമ്മൾ ഷർട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പരിപാടി ഓണം ഗംഭീരം. ഓണത്തിനുള്ള ഒരുക്കങ്ങൾ ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കും. പിന്നെ ഓണം മൂട് ഓണം കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. നാളെ പോയി തൃക്കാക്കരപ്പനെ പോയി കാണണം, വീട്ടുണ്ട്. അതിന് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അടിപൊളിയാവട്ടെ, കളറാവട്ടെ. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇവിടുത്തെ കച്ചവടക്കാരും ഹാപ്പിയാണ്. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരും ഹാപ്പിയാണ്. വളരെ വില കുറച്ച് തന്നെ, അതായത് 300-350 രൂപയൊക്കെയാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രൈസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വളരെ കുറഞ്ഞ വിലയിൽ തന്നെ ഇവിടെ കിട്ടും. അതായാലും ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇൻസ്റ്റൻറ്റ് സദ്യ മാത്രമല്ല, ഈ ഓൺലൈൻ ഷോപ്പിങ്ങും ഒക്കെ പൊടി പഠിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ എന്നിരുന്നാലും നേരിട്ട് വന്ന് വാങ്ങുന്ന അത്ര ഒരു സുഖം കിട്ടാറില്ല എന്നാണ് ഈ ആളുകൾക്കും പറയാനായിട്ടുള്ളത്. കാരണം നേരിട്ട് വന്ന് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു സുഖം കിട്ടില്ല. പക്ഷേ എങ്കിലും ഓൺലൈൻ മാർക്കറ്റുകളും ഒക്കെ സജീവമാണ്. എങ്ങനെയാട്ടാ നേരിട്ട് വന്ന് വാങ്ങുന്ന ഒരു സുഖം ഓൺലൈൻ കിട്ടുമോ? ഓൺലൈനിൽ നിന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് സുഖം കിട്ടും. കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ വന്നാൽ കംപ്ലൈൻറ്റ് ഇല്ല, വളരെ നന്നായിട്ട് കൊടുക്കുന്നു. കംപ്ലൈൻറ്റ് ഇല്ല, അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. അതെ, ഓൺലൈനിൽ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അത് തന്നെയാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിയാൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് വന്ന് വാങ്ങുന്ന അത്രയും സുഖം കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ കൊച്ചിയിൽ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ വളരെ അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം സ്നേഹമോൾ മാതൃഭൂമി ന്യൂസ്, കൊച്ചി.